ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. അപ്പോൾ ഇത് ആണെങ്കിൽ ട്രാവലിങ്ങിൻ്റെയൊക്കെ സമയത്ത് കൊണ്ടുപോകുന്ന ബാഗാണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ്, അതായത് എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ പോകത്തില്ലേ അപ്പോൾ കൊണ്ടുപോകുന്ന ബാഗ്. പിന്നെ അതായത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോഴും പിന്നെ എവിടെയെങ്കിലുമൊക്കെ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകത്തില്ലേ ഞാൻ, അപ്പം അന്നേരം കൊണ്ടുപോകുന്ന ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. അപ്പം ഈ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സൺഗ്ലാസസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സൺഗ്ലാസസ് ട്രാവലിങ്ങിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ട്രാവലിങ്ങിൻ്റെ ടൈമിൽ എപ്പോഴും ഞാൻ സൺഗ്ലാസസ് കൊണ്ടുപോകും. ഫസ്റ്റ് വൺ, സൺഗ്ലാസസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് ബഡ്സ് ആണ് ഗൈസ്. ബഡ്സ് ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ് ടുഗെദർ. മൈ ഹിയർ ഹാവ് ടു ഇത് ചെവിയിൽ നമ്മുടെ അഴുക്കുകളൊക്കെ അണിഞ്ഞുകൂടത്തില്ല, അഴുക്കുകളും കീടാണുക്കളൊക്കെ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ബഡ്സ് കൊണ്ടുപോകുന്നത്. ഞാനും അമ്മയും യൂസ് ചെയ്യും കേട്ടോ ബഡ്സ്. പിന്നെ ഒരു പെന്നുണ്ട്. പെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പെന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എന്താ പറയുക, സൈനൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പെന്നാണ്. എൻ്റെയും അമ്മയുടെയും ബാഗിൽ കാണും ഒരു പെന്ന്. പെൻ. പിന്നെ ടൂത്ത് ബ്രഷ് ഉണ്ട് ഗൈസ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവലിങ്ങിൻ്റെ സമയത്ത് പോകുമ്പോൾ സ്റ്റേയിങ്ങിൻ്റെയൊക്കെ സമയത്ത് പല്ല് തേക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രഷ്. ഓക്കെ, ദ ബുക്ക് ഉണ്ട്. ഇത് കഥാപുസ്തകമാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വായിക്കാമല്ലോ, എനിക്ക് ബോറടിക്കുമ്പോൾ. ഇത് ഇംഗ്ലീഷിൻ്റെ കഥാപുസ്തകമാണ് കേട്ടോ. ബുക്ക്. പിന്നുള്ളതാണ് സാനിറ്റൈസർ ഹാവ് ടു വെരി ഇമ്പോർട്ടൻസ് ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാനിറ്റൈസർ നമ്മൾ എപ്പോഴും കൊറോണയുടെ ടൈമിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സാനിറ്റൈസർ. ഞാനിപ്പോഴും കൊണ്ട് നടക്കും സാനിറ്റൈസർ. പിന്നെ ഉള്ളത് വേറെ ഉണ്ട് സാനിറ്റൈസർ. 2 സാനിറ്റൈസർ ഞാനുണ്ട്. ഒന്ന് സാനിറ്റൈസർ, സാധാ സാനിറ്റൈസർ, നമ്മൾ കൈയൊക്കെ കഴുകുന്ന സാനിറ്റൈസർ. പിന്നെ ഉള്ളത് ഓക്കെ, ദിസ് ഈസ് ദ ടോയ്ലറ്റിംഗ് സാനിറ്റൈസർ. ഇത് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ, അതായത് ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് കൈയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റിംഗ് സാനിറ്റൈസർ. ടോയ്ലറ്റിംഗ് സാനിറ്റൈസർ. I feel got only cleansers with me, 20%. അതായത് എൻ്റെ കയ്യിലുള്ളത് എപ്പോഴും ക്ലെൻസേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ. സ്കൂൾ ബാഗിനകത്ത് ക്ലെൻസേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സ്കൂൾ ബാഗിനകത്ത് മെയിൻ ആയിട്ടുള്ളത് പഠിക്കുന്നതൊക്കെ കാര്യങ്ങൾ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ബാഗിനകത്ത് ക്ലെൻസേഴ്സാണ് ഫുള്ള്. പിന്നെ ഇപ്പോഴും ഇവിടെയും ക്ലെൻസേഴ്സാണ്. പിന്നെ ഉള്ളത് സൺസ്ക്രീമാണ്. സൺസ്ക്രീൻ ഹാവ് ടു വെരി വെരി ഇമ്പോർട്ടൻ്റ് ഗൈസ്. ട്രാവലിംഗ് ടൈം ഹാവ് ടു സൺ പ്രൊട്ടക്ഷൻ ഹാവ് ടു വെരി വെരി ഇമ്പോർട്ടൻ്റ് ഗൈസ്, സൺസ്ക്രീൻ. പിന്നെ ഉള്ളത് ആലോവേരയുടെ ഫേസ് ക്രീമാണ്. ആലോവേരയുടെ പോൺസിൻ്റെ ഫേസ് ക്രീമാണ്. പിന്നെ ഉള്ളത് ഡവിൻ്റെ ഫേസ് ക്രീമാണ്. പിന്നെ ഉള്ളത് പെർഫ്യൂമാണ് ഗൈസ്. പെർഫ്യൂംസ് ടുഗെദർ വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്തതിനകത്ത് നോക്കാം. ദ പൗച്ച് ഹാവ് ടു വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്കൂൾ ബാഗിനകത്തും ഉണ്ടല്ലോ പൗച്ച്. അപ്പോൾ ഞാൻ ട്രാവലിങ്ങിൻ്റെ ടൈമിൽ കൊണ്ടുപോകും. പാഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാൻ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെഡ്ഡി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഓക്കെ, അത്രയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവലിങ്ങിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടൈമിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നുള്ളത് കുറച്ച് ഡ്രസ്സുകളാണ്. ഡ്രസ്സസ്
2 ഡ്രസ്സ് ഞങ്ങൾ ഈ 2 ഡ്രസ്സ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചത്. 2 ഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം എന്താ പറയുക ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ നിൽക്കുമെന്ന് വെച്ചാൽ അന്നേരം ബസ്സോ ഓട്ടോയോ വണ്ടിയോ കാറോ ഒന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് വീണ്ടും അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് വീണ്ടും ഒരു ഡ്രസ്സ് എടുത്ത് വെക്കും ഞാൻ എപ്പോഴും ബാഗിൽ. സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. എപ്പോഴും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.